ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. ഒരു അടിച്ച് പൊളി ട്രിപ്പാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ കൊടൈക്കനാലിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് മിസ് ചെയ്യാതെ കാണണ്ടേന്നുള്ളതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് ഓരോ സീരീസുകളിലായിട്ട് കൃത്യമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ആദ്യമൊക്കെ വിചാരിക്കുക ഈ കൊടൈക്കനാലൊക്കെ പോകണമെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ ഉണ്ടായാലാണ് എല്ലാം കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. മെയിൻ സ്പോട്ടുകളൊക്കെ നമുക്ക് ഒറ്റ ഡേയിൽ തന്നെ കണ്ട് നമുക്ക് യാത്ര തിരിക്കാൻ പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ഇന്നിപ്പോൾ ഒരു രാത്രിയിലാണ് ഇവിടുന്ന് യാത്ര തിരിക്കണത്. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഈ രാത്രിയിൽ യാത്ര തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ടാവും. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 7 മണിയാകുമ്പോഴേക്കും സെറ്റാവുക. ആദ്യത്തെ സ്ഥലം തന്നെ നമുക്ക് കാണാൻ പോകേണ്ടത് സൂയിസൈഡ് പോയിൻ്റ് കാണാൻ പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് അതാവട്ടെ. എന്തായാലും ഞാനിപ്പോൾ ഈ യാത്ര തിരിച്ചിട്ടുള്ളത് ഈ ഫെബ്രുവരി മാസത്തിലായ കാരണം അത്യാവശ്യം ചൂടുള്ളൊരു സമയമാണ് കേട്ടോ. അങ്ങനെ നല്ല തണുപ്പ്, കോട അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഈ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞങ്ങൾ വന്നിറങ്ങിയ സമയത്ത് ആ ഒരു 5 മണി നേരത്തൊക്കെ അത്യാവശ്യം നല്ല കിടുകിട വിറയ്ക്കണ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുളിക്കാനൊക്കെ ചൂടുവെള്ളമൊന്നും ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇന്ത്യയിലെ ജനപ്രിയ ടൂറിസ്റ്റ് കേന്ദ്രമായ കൊടൈക്കനാലിലാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഹിൽ സ്റ്റേഷനാണ് ഈ കൊടൈക്കനാൽ. എല്ലാവരുടെ മനസ്സിലും കൊടൈക്കനാൽ എന്ന് പറഞ്ഞൊരു പിക്നിക് സ്പോട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും കൂടിയിട്ട് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷമാണ് ഈ കൊടൈക്കനാലിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് ക്രമേണ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. സൂയിസൈഡ് പോയിന്റിലേക്കുള്ള യാത്രാ വഴി കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഇത്. ഇരുവശങ്ങളിലും കാണുന്ന മനോഹരമായ കാഴ്ചകൾ. കൂടുതൽ പച്ചപ്പും ഹരിതാപമൊന്നുമില്ല, കുറച്ച് ഡ്രൈ ആണ്. എന്നാലും കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാം. എത്ര കണ്ടാലും വീണ്ടും വീണ്ടും പുതുമ നൽകുന്ന ഒരു സ്വർഗം പോലെ തന്നെയാണ് നമുക്ക് ഈ കൊടൈക്കനാൽ. മലനിരകളുടെ ഒരു രാജകുമാരി തന്നെയാണ് നമ്മുടെ ഈ കൊടൈക്കനാൽ. നമുക്കിവിടെ സന്ദർശിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെയുള്ള സമയമാണ് കേട്ടോ. തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് ഈ കൊടൈക്കനാൽ. നമ്മുടെ ഈ സൂയിസൈഡ് പോയിന്റിന് ഇപ്പോൾ വേറൊരു പേരും കൂടി ഉണ്ട്. ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്നും കൂടിയും ഇത് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാന ഡെസ്റ്റിനേഷനുകളും വ്യൂ പോയിന്റുകളും ഒക്കെ നമ്മുടെ ഈ ലേക്കിന് ചുറ്റുമായിട്ടാണ് വരുന്നത്. അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് എല്ലാ ഡെസ്റ്റിനേഷനുകളും വരുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച കൊടൈ ഗോൾഫ് ക്ലബ്ബ്, അതിൻ്റെ സമീപത്തൂടെയാണ് നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റ് കാണാനായിട്ട് പോവാട്ടോ. കൊടൈക്കനാൽ ലേക്കിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് നമ്മുടെ ഈ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അവിടെ ടൂറിസ്റ്റുകളെ കാത്ത് ഒരു പറ്റം ആൾക്കാർ പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ പ്രധാനപ്പെട്ടതാണ് കുതിരസവാരി, അതുപോലെ തന്നെ സൈക്കിൾ റൈഡ്. പിന്നെ എടുത്ത് പറയേണ്ടത് നല്ല രീതിയിൽ ചെറുകിട കച്ചവടക്കാർ അവിടെ തമ്പടിച്ചിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ തന്നെ 2ാം സ്ഥാനത്തുള്ള ഗോൾഫ് ഗ്രൗണ്ടിൻ്റെ സമീപത്ത് എത്തിയിരിക്കുകയാണ്. നമുക്ക് കുറച്ച് നീക്കി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് നടന്നു വരണം. സൺഡേ ആയ കാരണം ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ദിവസങ്ങൾ നോക്കി വരികയാണെങ്കിൽ ഈ വമ്പിച്ച തിരക്കൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. പാർക്കിങ്ങൊക്കെ കുറച്ച് അകലെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അവിടെ വണ്ടി നിർത്തി തിരിച്ച് കുറച്ച് നടന്നു വരാനൊക്കെ ഉണ്ട്. വ്യൂ പോയിന്റിലേക്ക് നടന്നു വരുന്ന വഴിയിൽ വ്യക്തമായ ഒരു ബോർഡ് കാണാം നമുക്ക്.
പഴയ പേരായ സൂയിസൈഡ് പോയിൻറ്റും അതുപോലെ തന്നെ പുതിയ പേര് ഗ്രീൻ വാലി വ്യൂ പോയിൻറ്റും. ഇപ്പോൾ ഏതാണ്ട് നേരം ഒരു 9 മണിയൊക്കെ ആയി. നല്ല വെയിലുണ്ട്, ചൂടൊക്കെ ഉണ്ട്, തണുപ്പ് തീരെ ഇല്ല കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കച്ചവടക്കാരുടെ ബഹളമാണ്. കണ്ടോ, കുതിരകളൊക്കെ നമ്മളെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. സമീപത്തായിട്ട് കുതിരക്കാരും കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. ഒരുപാട് വണ്ടികൾ ഇവിടെ വന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ എൻട്രി ചെയ്യാനായിട്ട് ചെറിയൊരു ഫീ വരുന്നുണ്ട്. മുതിർന്നവർക്ക് 10 രൂപയും കുട്ടികൾക്ക് 5 രൂപയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എടുത്തിട്ട് വേണം എൻട്രി ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ ഗ്രീൻ വാലി വ്യൂ പോയിൻ്റ്, അതായത് പഴയ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രി പോയിൻ്റ് കേട്ടോ. വളരെ വീതി കുറഞ്ഞ ഒരു വഴിയും അതിന് ചുറ്റും, അതായത് ഇരുവശങ്ങളിലുമായിട്ട് നിറയെ കച്ചവട സ്ഥാപനങ്ങളും ആയിട്ട് ഒരു 250-300 മീറ്റർ അത് സഞ്ചരിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ വ്യൂ പോയിൻറ്റിൻ്റെ അടുത്ത് എത്താനായിട്ട് സാധിക്കും. ഇരുവശത്തും നിറയെ കച്ചവട സ്ഥാപനങ്ങളാണ് കേട്ടോ. മെയിനായിട്ട് ഇവിടെ വരുന്നത് വനവിഭവങ്ങളും അതുപോലെ തന്നെ ചോക്ലേറ്റുകളുമാണ് കേട്ടോ. പിന്നെ വരുന്നത് ഓർണമെൻറ്റ്സിൻ്റെ ഷോപ്പുകൾ കുറേ വരുന്നുണ്ട്. പിന്നെ കോട്ടുകൾ, ഡ്രസ്സ് ഉണ്ടല്ലോ, സ്വെറ്റർ, അങ്ങനെയുള്ള ഷോപ്പുകൾ. പിന്നെ ഫാസ്റ്റ് ഫുഡ് പോലെ എന്തൊക്കെയോ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്ന ഒരു സ്ഥലമൊക്കെ കണ്ടിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വനവിഭവങ്ങളായ യൂക്കാലിപ്പറ്റ്സ് ഓയിൽ, ഒലീവ് ഓയിൽ, അതുപോലെ തേന്, റോസ് വാട്ടർ, അതൊക്കെ നല്ല ഒറിജിനലായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം അത്യാവശ്യം പർച്ചേസുകളൊക്കെ നടത്തി നമുക്ക് വ്യൂ പോയിൻറ്റിലേക്ക് എത്താം. പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുരങ്ങന്മാരുടെ നല്ല ശല്യമുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫോണ്, കയ്യിലെന്തെങ്കിലും ബാഗ്, കവറ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല സേഫായിട്ട് അത് സൂക്ഷിച്ചില്ലെങ്കിൽ അവർ കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ച് വാങ്ങിക്കൊണ്ട് പോകും കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തിപ്പെടുമ്പോൾ. നല്ല തിരക്കാണ് കേട്ടോ. ഈ വഴിയിലൂടെ തിങ്ങിയിട്ടാണ് നടക്കുന്നത്. ആൾക്കാരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് നടക്കാൻ പറ്റണില്ല, അതുപോലെ തിരക്കാണ്. അങ്ങനെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരടിപൊളി കാഴ്ചയാണ് നമുക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങ് അകലെ കാണുന്നത് 1500 അടിയോളം താഴ്ചയുള്ള കൊക്കയാണ് കേട്ടോ. കുറേ പേര് ഈ സ്ഥലത്ത് ആത്മഹത്യ ചെയ്തിട്ടുള്ളതായിട്ട് അറിയപ്പെടുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ താഴേക്ക് ചാടാനായിട്ടുള്ളൊരു ടെൻഡൻസി വരുമെന്നാണ് പറയണത്. അപ്പോൾ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഫുള്ള് നല്ല ഹൈറ്റിൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ സംരക്ഷിച്ചിട്ടുള്ളത്. കോട കുറവുള്ള സമയമായ കാരണം നല്ല വിസിബിളാണ് കേട്ടോ. ഈ കൊക്കയും ആ ഭാഗത്തുള്ള എല്ലാ പ്രദേശങ്ങളും അടിപൊളിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സുരക്ഷാ ഗ്രില്ലൊന്നും ഇല്ലാതിരുന്ന കാലത്തെ കാര്യം ഒന്ന് ഓർത്തു നോക്കൂ, എന്ത് ഭയാനകമാണ് അല്ലേ. അങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള ദൃശ്യം, അങ്ങോട്ട് ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടി പോലും കിട്ടില്ല ആദ്യം. ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഇങ്ങനത്തെ ഗ്രില്ലൊന്നും ഉണ്ടായിരുന്നില്ല. ആ താഴെയുള്ള ജസ്റ്റ് ആ തിണ്ട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നിട്ടാണ് അന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ വ്യൂ പോയിൻ്റ്. എന്തായാലും ഗവൺമെൻറ് ഇങ്ങനൊരു ഗ്രില്ലൊക്കെ സ്ഥാപിച്ച കാരണം ടൂറിസ്റ്റുകൾക്ക് സുരക്ഷിതമായിട്ട് ഈ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഉള്ള അവസരം ഇപ്പം ഉണ്ട്. കുരങ്ങന്മാർ ഭയങ്കര അപകടകാരികൾ കേട്ടോ. കയ്യിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് കൊണ്ട് ഓടും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളിയാണല്ലേ. അപ്പം നമുക്കിനി സൂയിസൈഡ് പോയിൻറ്റിലെ കാഴ്ചയൊക്കെ കണ്ട് മടങ്ങാം. അത്യാവശ്യം നല്ല രീതിയിലൊരു ഷോപ്പിങ്ങിനുള്ള സ്കോപ്പ് നമ്മുടെ ഈ ലൈനിൽ ഉണ്ട്.
ചുറ്റും കണ്ടു എന്തൊക്കെ സാധനങ്ങളല്ലേ. അപ്പോൾ എങ്ങനെയാ, എല്ലാവർക്കും ഈ സൂയിസൈഡ് പോയിന്റിൻ്റെ എപ്പിസോഡ് ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഈ ഒരു എപ്പിസോഡ് ഇത്ര ലോങ് ആയിട്ട് ഞാൻ ചെയ്തതിൻ്റെ കാരണം ഇതിൻ്റെ വ്യൂസൊക്കെ നമുക്ക് എല്ലാം കൃത്യമായിട്ട് അവിടെ പോയ പോലെ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെയുള്ള കുറച്ച് വ്യൂ ഒക്കെ നമുക്കിതിൽ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പോയൊരു ഫീല് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാത്ത ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ ഇത്തിരി ലെങ്തി ആയിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നല്ല തിരക്ക് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സൂയിസൈഡ് പോയിന്റിൻ്റെ വ്യൂ ഒക്കെ കണ്ട് കഴിഞ്ഞ് ഇതാ ഇറങ്ങുകയാണ് പുറത്തേക്ക്. കൊടൈക്കനാലിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ മനോഹരമായ പുതിയ വ്യൂ പോയിന്റുകളുമായിട്ട് കാണാം. ഇവിടെ നിന്ന് അടുത്ത സ്പോട്ട് പോകുന്നത് നമ്മൾ ഗുണ കേവിലേക്കാണ്. അവിടെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ചിത്രീകരണം നടന്ന സ്ഥലങ്ങളും അതിൻ്റെ ഭംഗിയും എല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.